താനൂർ ബോട്ട് ദുരന്തത്തിന് ഒരാണ്ട് പിന്നിടുമ്പോഴും നീതി എന്ന് ലഭിക്കുമെന്നാണ് ഇരകളുടെ ചോദ്യം. ദുരന്തത്തിന്റെ ഉത്തരവാദികൾ ജീവിതം ആഘോഷിക്കുമ്പോൾ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ ബന്ധുക്കളുടെ കണ്ണീർ ഉണങ്ങിയിട്ടില്ല. 90 ദിവസത്തിനകം പോലീസ് കുറ്റപത്രം നൽകിയെങ്കിലും വിചാരണ തുടങ്ങാത്തതാണ് വലിയ തിരിച്ചടിയാകുന്നത്. മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയായിരുന്നു താനൂരിലേത്. മത്സ്യബന്ധന ബോട്ട് അശാസ്ത്രീയമായി രൂപമാറ്റം വരുത്തി ഉല്ലാസ ബോട്ടാക്കി മാറ്റി സർവീസ് നടത്തിയതാണ് അപകടത്തിന് വഴിവെച്ചത്. 2 തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 12 പ്രതികളാണ് കേസിലുള്ളത്. 3 മാസം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചെങ്കിലും വിചാരണ തുടങ്ങിയിട്ടില്ല. പ്രതികളെല്ലാം ജാമ്യം നേടുകയും ചെയ്തു. കുറ്റവാളികളായ പ്രതികൾ വർഷം 1 കഴിഞ്ഞിട്ടും ജീവിതം ആഘോഷിക്കുമ്പോൾ ജീവൻ നഷ്ടമായ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്നാണ് ബന്ധുക്കളുടെ ചോദ്യം. ഈ കായൽ എത്രയോ പേര് പറഞ്ഞാണിത് ആ ബോട്ട് അപകടം സംഭവിക്കുന്നുള്ളത്. എന്നിട്ട് ഈ അധികാരികൾ ഇത് മൂടി വെക്കാന്ന് പറഞ്ഞാൽ അവൻ കാശ് കൊടുത്തിട്ടുള്ള പരിപാടിയാണല്ലോ ഇത്. ആ കുടുംബത്തിന് ഒരു നീതി ലഭിക്കണം. അവൻ കാശുള്ള ടീമാണ്, അവൻ്റെ ഫാമിലി വലിസുന്നത്. ഇതിലെ കുറ്റവാളികളെ, ശരിക്കുള്ള കുറ്റവാളികളെ കണ്ടുപിടിച്ച് തന്നെ ശിക്ഷിക്കപ്പെടണം. അത് ഉദ്യോഗസ്ഥന്മാരായാലും വേണ്ടില്ല, MLA ആയാലും മന്ത്രി ആയാലും ആരായാലും അന്വേഷിച്ചിട്ട് ഇതിൻ്റെ കുറ്റവാളികൾ ആരാണ് അവർക്ക് പിന്നെ ശിക്ഷ അറിയിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. നമുക്ക് അത്രേ പറയാനുള്ളൂ. കുടുംബത്തിന് നീതി കിട്ടണം. സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗ് നടത്തിയത് 2 തവണ മാത്രം. മൊഴിയെടുക്കൽ ഇനിയും പൂർത്തിയായിട്ടില്ല. അതിനിടെ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടന്നെന്ന ആരോപണവും ശക്തമാണ്. അധികാര കേന്ദ്രങ്ങളുടെ ഒത്താശയോടെ പണത്തിന്റെ ഹുങ്കിൽ ലാഭത്തിനു വേണ്ടിയുള്ള ആർത്തിക്കിടെ വിളിച്ചു വരുത്തിയ ദുരന്തമായിരുന്നു താനൂരിലേത്. സമാന ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഉത്തരവാദികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ ഇനിയെങ്കിലും ജാഗ്രത പുലർത്തണം. റിപ്പോർട്ടർ, മലപ്പുറം.